ഹായ് ദർ, വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ CSS ഉള്ള ടെക്സ്റ്റ് അലൈൻ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആങ്കർ ടാഗിന് എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, സോ എന്താണ് ആങ്കർ ടാഗ് എന്ന് ഞാൻ HTML സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആങ്കർ ടാഗ് നമ്മൾ ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് പോകാനായിട്ട് ഉപയോഗിക്കുന്ന ഹൈപ്പർ ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടാഗാണ് ആങ്കർ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആങ്കർ ടാഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹൈപ്പർ ലിങ്ക്സ് ആക്ച്വലി ക്രിയേറ്റ് ചെയ്യുന്നത്. ആങ്കർ ടാഗിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഈ ആങ്കർ ടാഗ് ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഹൈപ്പർ ലിങ്ക്സ് ഉള്ളത് കൊണ്ടാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു പേരും കൂടെ HTML വരാനുള്ള കാരണം. ഓക്കെ, സോ ആങ്കർ ടാഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ടാഗാണ്? എ ടാഗാണ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ അകത്ത് കൊടുക്കുന്ന ആട്രിബ്യൂട്ട് ഏതാണ്? href എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ് എന്നാണ്. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ ഒന്നും കൊടുക്കാനില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഹാഷ് സിമ്പിൾ അതിൻ്റെ അകത്ത് ഇടാൻ സാധിക്കും. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കാര്യം എഴുതി കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഹോം എന്ന് എഴുതാൻ പോവാണ്. ഓക്കെ, ജസ്റ്റ് ഹോം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ആങ്കർ ടാഗിൻ്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എയുടെ ഫോണ്ട് സൈസ് ഞാൻ കുറച്ച് ഇൻക്രീസ് ചെയ്യാം. സോറി. ഓക്കെ, ഇപ്പം ഇവിടെ ഫോണ്ട് സൈസ് കുറച്ച് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ പ്രോപ്പറായിട്ട് കാണാൻ സാധിക്കും. 4em എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആക്ച്വലി എത്രയാണോ സൈസുള്ള അതിൻ്റെ 4 ഇരട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ പിക്സൽസിൽ വേണമെങ്കിലും കൊടുക്കാം. ജസ്റ്റ് ഞാൻ EML കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എനിവേ ഇവിടെ ഇപ്പോൾ നമുക്ക് ഹോം ടാഗ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ, ഓക്കെ, ഇതിൻ്റെ അകത്ത് കളർ ചേഞ്ച് ആവത്തില്ല, എങ്കിലും ബ്രൗസറിൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കളർ ചേഞ്ച് ആവുന്നതായിരിക്കും. ഓക്കെ, സോ ഇത് ഹൈപ്പർ ലിങ്ക്സിൻ്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും. ഓക്കെ, സോ ഈ പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഈ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത് ആങ്കർ ടാഗ് സ്റ്റൈൽ ചെയ്യുന്ന രീതിയാണ്. അപ്പം ഉദാഹരണത്തിന് ഇത് അണ്ടർലൈൻ ഉണ്ട്, അത് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. ആങ്കർ ടാഗ് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ അൺവാണ്ടഡ് പ്രോപ്പർട്ടീസ് എല്ലാം റിമൂവ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് വേറെ പ്രോപ്പർട്ടീസ് ഞാൻ കൊടുക്കും. ഓക്കെ, ഇപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി ഇത് സ്യൂഡോ ക്ലാസ് സ്യൂഡോ എലമെൻസിനെ കുറിച്ചൊക്കെ പഠിച്ചതിന് ശേഷം പഠിക്കേണ്ടതാണ്. എങ്കിലും ഞാൻ ജസ്റ്റ് ഫോൺ സ്റ്റൈലിങ്ങിൻ്റെ സെക്ഷനിൽ നിങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം അതായത് ഹൈപ്പർ ലിങ്ക്സ് ഞാനിപ്പോൾ അൺവിസിറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ലിങ്ക്, ഇതിപ്പോൾ ഞാൻ വിസിറ്റ് ചെയ്തിട്ടില്ലാത്തതായിട്ടാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. കാരണം അത് ഈ ഒരു എക്സ്റ്റൻഷൻ്റെ കംപ്ലൈൻ്റ് ആണ്. നിങ്ങൾ ഏതെങ്കിലും ബ്രൗസറിൽ, അതായത് ഗോ ലൈവ് സെർവർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വിസിറ്റഡ് ലിങ്കിൻ്റെയും അതായത് നമ്മൾ ഒരു തവണ ക്ലിക്ക് ചെയ്തതിൻ്റെയും ക്ലിക്ക് ചെയ്യാത്തതിൻ്റെയും കളേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യാം. ഓക്കെ, അല്ല ആദ്യത്തെ പേജ് നമ്മൾ ക്ലിക്ക് ചെയ്തു, അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് റീഡ് ചെയ്തു, അതിന് പുറകിലേക്ക് വന്നപ്പോൾ നമ്മൾ ആ ക്ലിക്ക് ചെയ്ത ലിങ്കിൻ്റെ കളറും നമ്മൾ ക്ലിക്ക് ചെയ്യാത്ത ഇനി ക്ലിക്ക് ചെയ്യാനുള്ള ലിങ്കിൻ്റെ കളറും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ആ സാഹചര്യം അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഹൈപ്പർ ലിങ്ക്സിൻ്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അങ്ങനെയുള്ളത്. അതായത് ഒരു തവണ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളർ ചേഞ്ച് ആവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഞാനിപ്പം ഓക്കെ google.com എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് പ്രോപ്പർട്ടീസ് കൂടെ. ഓക്കെ, ഇവിടെ ഞാൻ google.com ഇതിൽ ക്ലിക്ക് ചെയ്താലും പോകത്തില്ല, കാരണം ഓഫ്ലൈനാണ്. മാത്രമല്ല ഈ ഒരു വെബ് ബ്രൗസർ സാധാരണ ഇതിൽ സപ്പോർട്ട് ചെയ്യത്തില്ല. ഓക്കെ, എനിവേ നമുക്കിതിൻ്റെ അകത്ത് ബാക്ക് പോകാനും പറ്റത്തില്ല, അതുകൊണ്ട് ആദ്യം മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ആക്ച്വലി ഇതിൻ്റെ ഡ്രോബാക്സ്, ഇങ്ങനത്തെ കുറച്ച് ഡ്രോബാക്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, എങ്കിലും നമുക്കിവിടെ ചെറിയൊരു ഫോണ്ടിൻ്റെ കളറിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. HTML എന്ന് പറഞ്ഞ ഒരു ഫോണ്ടിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ഡിഫറൻസ് ആയിട്ടുണ്ട്. ഓക്കെ, സാധാരണ ഇത് ബ്രൗസറിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ നന്നായിട്ട് ഡിഫറൻസ് കാണാൻ സാധിക്കും. നിങ്ങൾ ജസ്റ്റ് ബ്രൗസറിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. എങ്കിൽ ഞാൻ ഇപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാവുന്നുള്ളൂ. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ കൊടുക്കാൻ പോകുന്ന പ്രോപ്പർട്ടി, അതായത് എനിക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ 2 വഴികളുണ്ട്. ഒന്നാമത്തെ കാര്യം, സാധാരണ കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉപയോഗിച്ച് കളർ ചേഞ്ച് ചെയ്യാം. പക്ഷേ ഹൈപ്പർ ലിങ്ക്സിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ നമുക്ക് വേറൊരു പ്രോപ്പർട്ടിയും കൂടിയുണ്ട്. അതിൻ്റെ പ്രോപ്പർട്ടിയാണ്, അതായത് ഇത് വിസിറ്റ് ചെയ്തിട്ടില്ലാത്ത ലിങ്കിൻ്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് കൊടുത്തിട്ട് ലിങ്ക് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുക്കുക. ഓക്കെ, നമ്മളൊരു കോളൻ ഇടുക, അതിനുശേഷം ലിങ്ക് ഇടുക. സാധാരണ സ്യൂഡോ ക്ലാസ് സ്യൂഡോ എലമെൻറ്റ്സ് ഒക്കെയാണ് ഇതുപോലെ എഴുതുന്നത്. സ്യൂഡോ ക്ലാസ്സുമ്പോൾ ഇങ്ങനെ എഴുതും, സ്യൂഡോ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 കോളൻ ഇട്ടിട്ട് നമ്മൾ എഴുതും. അപ്പം ഇത് നമ്മൾ സാധാരണ അതിന് ശേഷം പഠിക്കണമെങ്കിലും ടെക്സ്റ്റ് ഫോർമാറ്റിങ്ങിന് അകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ,
അപ്പം അതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ കളർ പ്രോപ്പർട്ടി തന്നെയാണ്. ഓക്കെ, കളർ പ്രോപ്പർട്ടി കൊടുക്കുക. അതായത് ടെക്സ്റ്റ് കളറിന് എന്ത് കളർ പ്രോപ്പർട്ടി കൊടുക്കണം, ടെക്സ്റ്റിനാണ് പ്രോപ്പർട്ടി നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ ഒരു കളർ കൊടുക്കുകയാണ്, ജസ്റ്റ് സേവ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ഇത് അൺവിസിറ്റഡ് ലിങ്ക് ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രോപ്പർട്ടി അതുപോലെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി വിസിറ്റഡ് ലിങ്ക്സിൻ്റെ കളർ, വിസിറ്റഡ് ആയിട്ടുള്ള ലിങ്കിൻ്റെ കളർ മാറ്റണമെങ്കിൽ ഇതേപോലെ തന്നെ എ എന്നിടുക, അതിനുശേഷം കോളൻ ഇട്ടിട്ട് വിസിറ്റഡ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിസിറ്റഡ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. വിസിറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസിന് നമുക്ക് കളർ കൊടുക്കുക. ഇപ്പം ഞാൻ കളർ പ്രോപ്പർട്ടി മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേറെ എന്ത് പ്രോപ്പർട്ടീസ് വേണമെങ്കിലും ആഡ് ചെയ്യാം, അണ്ടർലൈനോ ടെസ്റ്റ് ഓവർലൈനോ അത്തരത്തിലുള്ള എന്ത് പ്രോപ്പർട്ടീസ് വേണമെങ്കിലും ഇവിടെ ആഡ് ചെയ്യാമെന്നാണ്. ഞാൻ ജസ്റ്റ് ബ്ലൂ വയലറ്റ് എന്ന് പറഞ്ഞ കളർ കൊടുക്കുവാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ മൗസ് ഹോവർ ചെയ്യണമെങ്കിൽ അതിന് നിങ്ങൾക്ക് പ്രോപ്പർട്ടി കൊടുക്കാം. ഹോവർ പ്രോപ്പർട്ടീസ് നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ ക്ലിക്ക് ചെയ്ത് പിടിക്കുമ്പോൾ ഉള്ള കളർ ഏതാണോ ആ കളറും നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിന് നമ്മൾ എ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് കോളൻ ഇട്ടിട്ട് ആക്റ്റീവ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുന്നത്. ആക്റ്റീവ്. ഓക്കെ, ഈ ആക്റ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന കളറാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഞാനിവിടെ ജസ്റ്റ് ഹാഷ് എന്ന് പറഞ്ഞ സിമ്പിൾ കൊടുക്കുവാണ്. ഓക്കെ, ആക്റ്റീവ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഇവിടെയും ഞാൻ കളർ തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിവിടെ വേറെ എന്തെങ്കിലും ഒരു കളർ കൊടുക്കാം. ഓക്കെ, ഈ ഒരു ബ്ലൂ കളർ കൊടുക്കാം. ഇനി ജസ്റ്റ് സേവ് ചെയ്യുവാണ്. ഓക്കെ, ഇനി ഞാനിത് ക്ലിക്ക് ചെയ്ത് പിടിക്കുമ്പം ബ്ലൂ കളറിലേക്ക് മാറുന്നുണ്ട്. അതായത് ഇവിടെ കാണിക്കുന്ന ഈ ഒരു കളറാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഈ കാണുന്ന ബ്ലൂ കളറാണ് ഇങ്ങോട്ട് വരുന്നത്. ഇനി ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ ആക്ച്വലി മാറുന്നുണ്ട്. ബ്ലൂ കളറിൽ നിന്ന് ഈ വിസിറ്റഡ് ആയിട്ടുള്ള ലിങ്ക് ബ്ലൂ വയലറ്റിലേക്ക് ആക്ച്വലി മാറേണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് പിടിച്ച് കഴിയുമ്പം ബ്ലൂ വയലറ്റിലേക്ക് ചെറുതായിട്ട് മാറുന്ന പോലെ ഒരു ഇഫക്റ്റ് ഉണ്ട്. ആക്ച്വലി ഇത് പ്ലഗിൻ്റെ ഇഷ്യൂ ആണ്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് നോക്കുക. അത് ഞാൻ ജസ്റ്റ് ഒരു ഹോംവർക്കായിട്ട് തരികയാണ്. ഇതേ പ്രോപ്പർട്ടി ഈ ഒരു ഇതിലല്ലാതെ ഇവിടെ നിങ്ങൾക്ക് ഗോ ലൈവ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, 5 സെർവർ അതല്ലെങ്കിൽ ലൈവ് സെർവർ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഏതൊരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗോ ലൈവ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അതല്ലെങ്കിൽ നോർമലായിട്ട് നമ്മൾ ബ്രൗസറിൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, സോ ആ ഒരു പ്രോപ്പർട്ടി ഇവിടെ ഹാഷ് അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ലിങ്ക് കൊടുത്തതിന് ശേഷം ബാക്ക് വന്ന് നോക്കുക. ഓക്കെ, ബാക്കിലേക്ക് വന്നിട്ട് ഒന്ന് നോക്കുക. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ഈ ഒരു ഹൈപ്പർ ലിങ്ക്സിന് കൊടുക്കുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇവിടെ നമുക്ക് ടെക്സ്റ്റിൻ്റെ ഒരു ഡെക്കറേഷൻ എന്ന് പറഞ്ഞൊരു കൊടുത്തിട്ടുണ്ട്. അതായത് ടെക്സ്റ്റ് ഡെക്കറേഷൻ, അതായത് ഒരു അണ്ടർലൈൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു അണ്ടർലൈൻ വേണമെങ്കിൽ മാറ്റാൻ സാധിക്കും. ഉദാഹരണത്തിന് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയാണ് ടെക്സ്റ്റ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി. ഓക്കെ, ടെക്സ്റ്റ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലൈന് ഒക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മളിവിടെ കൊടുക്കുന്ന പ്രോപ്പർട്ടി ഏതാണ്, ടെക്സ്റ്റ് ഡെക്കറേഷൻ നൺ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ ടെക്സ്റ്റ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്, നൺ എന്ന് പറഞ്ഞു കൊടുക്കുക. അത് ഹൈപ്പർ ലിങ്ക്സിൻ്റെ ഡീഫാൾട്ട് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഈ ടെക്സ്റ്റിൻ്റെ അകത്ത് അടിയിൽ ഒരു അണ്ടർലൈൻ ചെയ്യുക എന്നുള്ളത്. അത് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ഡെക്കറേഷൻ നൺ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, അത് കൊടുത്താൽ മതിയായിരിക്കും. ഇനി ഈ ടെക്സ്റ്റ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് മാത്രമല്ല, ഹൈപ്പർ ലിങ്ക്സിന് മാത്രമല്ല, എല്ലാത്തിനും എല്ലാ ടെക്സ്റ്റിനും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടീസാണ് ടെക്സ്റ്റ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു പാരഗ്രാഫ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്തിട്ട് ഓക്കെ ജസ്റ്റ് ഒരു ഡമ്മി പാരഗ്രാഫ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഈ പാരഗ്രാഫിന് ഒരു ടെക്സ്റ്റ് ഡെക്കറേഷൻ കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, പി ടാഗിന് ടെക്സ്റ്റ് ഡെക്കറേഷൻ. ഓക്കെ, ഇതിൻ്റെ അകത്ത് പല ടൈപ്പ് ഓഫ് ലൈൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് അണ്ടർലൈൻ എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, അണ്ടർലൈൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പാരഗ്രാഫിന് എല്ലാ പാരഗ്രാഫിനും അണ്ടർലൈൻ വരുന്നതായിരിക്കും. ഓക്കെ, ഓക്കെ, ഫോണ്ട് സൈസ് ഒരു 2em കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ കാണാൻ സാധിക്കും എല്ലാത്തിലും ടെക്സ്റ്റ് ഡെക്കറേഷൻ ഒരു അണ്ടർലൈൻ വന്നിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് അണ്ടർലൈൻ ഉണ്ട്, അത് റിമൂവ് ചെയ്യണമെങ്കിൽ നൺ എന്ന് പറഞ്ഞു കൊടുക്കണം. ഇനി അണ്ടർലൈൻ ഇല്ല, നമുക്കൊരു അണ്ടർലൈൻ ആഡ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ഡെക്കറേഷൻ എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്, അണ്ടർലൈൻ എന്ന് കൊടുത്താൽ മതിയായിരിക്കും. ഇത് ഇവിടെ കൊടുത്ത പോലെ തന്നെ. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ഡെക്കറേഷൻ കളർ, അതായത് ഈ പാരഗ്രാഫിൽ ടെക്സ്റ്റ് ഡെക്കറേഷൻ്റെ വേറൊരു ഏതെങ്കിലും ഒരു കളർ കൊടുക്കണമെങ്കിൽ ടെക്സ്റ്റ് ഡെക്കറേഷൻ കളർ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഓക്കെ,
ഓക്കെ, ടെക്സ്റ്റ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു സ്ലാഷ് ഇട്ട് കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ, റെഡ് വേണോ റെഡ്, എന്ത് കളർ വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് റെഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാത്തിൻ്റെയും അണ്ടർലൈൻ്റെ ആ സ്റ്റൈൽ മാറിയിട്ടുണ്ട്. ഓക്കെ, അത് കളർ കൊടുക്കാനായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇനി നമുക്ക് ടെക്സ്റ്റ് ഡെക്കറേഷൻ സ്റ്റൈൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. ടെക്സ്റ്റ് ഡെക്കറേഷൻ സ്റ്റൈൽ, അതായത് ഈ ഒരു അണ്ടർലൈൻ്റെ സ്റ്റൈല് നമുക്ക് നേരത്തെ നമ്മൾ പല തരത്തിലും ഡോട്ടഡ്, ഡാഷഡ് എന്നൊക്കെ പറഞ്ഞ സ്റ്റൈൽസ് നമ്മൾ ബോർഡറിലും ഔട്ട്ലൈനും പഠിച്ചിട്ടുണ്ട്. ആ പ്രോപ്പർട്ടീസ് നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ടെക്സ്റ്റ് ഡെക്കറേഷൻ സ്റ്റൈൽ കൊടുക്കാൻ പോവാണ്. ഓക്കെ, ടെക്സ്റ്റ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ അകത്തൊരു ഹൈഫൺ ഇട്ടിട്ട് സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെറ്റ് ഡെക്കറേഷൻ സ്റ്റൈലിൽ ഞാനിപ്പോൾ നമുക്ക് ഡബിൾ കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഡോട്ടഡ് കൊടുക്കാം. ഓക്കെ, ഡോട്ടഡ്, ഡാഷ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ടെക്സ്റ്റ് ഡെക്കറേഷൻ ഉണ്ട്. ഇനി നമുക്ക് ഡാഷ്ഡ് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഡാഷ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ഡെക്കറേഷൻ കാണിക്കും. ഇനി ഡബിൾ വേണമെങ്കിൽ വേവി എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ സ്റ്റൈലും കൂടി ഇതിനുണ്ട്. സാധാരണ നമ്മൾ ഔട്ട്ലൈനും ഇൻലൈനും ഒന്നും പഠിക്കാത്ത സ്റ്റൈലാണ് വേവി എന്ന് പറഞ്ഞ സ്റ്റൈല്. ജസ്റ്റ് ഒരു വേവ്സ് പോലെ ഇതുപോലെ ഇങ്ങനത്തെ ലൈൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് വേവി എന്ന് പറഞ്ഞ ലൈൻ. ബാക്കിയുള്ള സ്റ്റൈലെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ടെക്സ്റ്റ് ഡെക്കറേഷൻ്റെ ഈ ഒരു വേവ്സിൻ്റെ തിക്നെസ്സും വേണമെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ടെക്സ്റ്റ് ഡെക്കറേഷൻ തിക്നെസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടീസാണ്. ഓക്കെ, ടെക്സ്റ്റ് ഡെക്കറേഷൻ. ഓക്കെ, ഇവിടെ ഒരു ഹൈഫൺ ഇട്ട് ജസ്റ്റ് തിക്നെസ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് PX ഇപ്പം 10 PX എന്ന് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഓക്കെ, ഇവിടെ കുറച്ചും കൂടി വലിയ ലൈനായിട്ട് വന്നിട്ടുണ്ട്. 10 PX എന്ന് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഒന്ന് കൊടുത്തതേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് കൊടുക്കണമെങ്കിൽ ഒരു 3 PX കൊടുത്താൽ മതിയായിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു 3 PXലുള്ള ടെക്സ്റ്റ് ഡെക്കറേഷൻ സ്റ്റൈൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ള സ്റ്റൈൽ അണ്ടർലൈന്, ഇനി ഈ ടെക്സ്റ്റ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി അണ്ടർലൈൻ മാത്രമല്ല, നമുക്ക് ഓവർലൈനും ഉണ്ട്. മുകളിൽ ലൈൻ വരയ്ക്കണം. ഓക്കെ, ഓവർലൈൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മുകളിലായിരിക്കും ലൈൻ വരയ്ക്കുന്നത്. നേരത്തെ താഴെയാണ് ലൈൻ വരച്ചത്, ഇത് മുകളിലാണ് ലൈൻ വരയ്ക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ലൈൻ ത്രൂ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, ലൈൻ ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈക്ക് ഔട്ട് ചെയ്യാനായിട്ടുള്ള രീതിയിലാണ്. അതുകൊണ്ടോ ഇതുപോലെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതും ടെക്സ്റ്റ് ഡെക്കറേഷൻ ലൈൻ ത്രൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്ട്രൈക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ എത്ര പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്? ഓവർലൈൻ, അണ്ടർലൈൻ, ലൈൻ ത്രൂ. ഓക്കെ, ഇനി നമുക്ക് രണ്ട് പ്രോപ്പർട്ടീസും ഓവർലൈനും അണ്ടർലൈനും എല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കണം. ഇപ്പോൾ ലൈൻ ത്രൂ കൊടുത്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ എനിക്ക് അണ്ടർലൈൻ കൊടുക്കണമെങ്കിൽ ഇവിടെ അണ്ടർലൈൻ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, താഴത്തും ലൈൻ വരയ്ക്കും. ഇതുപോലെ നിങ്ങൾക്ക് മിക്സ്ഡ് ആയിട്ടും പ്രോപ്പർട്ടീസ് കൊടുക്കാം. ഓക്കെ, സോ ഇതാണ് ടെക്സ്റ്റ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ടെക്സ്റ്റ് ഡെക്കറേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ടെക്സ്റ്റ് ഡെക്കറേഷൻ മസ്റ്റാണ്. ബാക്കി ഈ പ്രോപ്പർട്ടീസ് എല്ലാം, അതായത് താഴോട്ടുള്ള പ്രോപ്പർട്ടീസ് എല്ലാം ഓപ്ഷണൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ്. അത് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, ഇനി ഇത് ഷോർട്ട് ഹാൻഡ് ആയിട്ട് ടെക്സ്റ്റ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞ ഒരൊറ്റ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് എഴുതാൻ സാധിക്കും. സാധാരണ CSS എല്ലാ കാര്യങ്ങൾക്കും ഇതുപോലെ ഷോർട്ട് ഹാൻഡ് ഉണ്ട്, നമ്മൾ നേരത്തെ മുതൽ പഠിച്ചു വരുന്നതാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് ലൈൻ ത്രൂ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഇതിൽ തന്നെ നമുക്ക് ലൈൻ കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പം ഇതിൽ തന്നെ നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ്? ആദ്യം എവിടെയാണോ അതിൻ്റെ സ്റ്റൈല് കൊടുക്കുക, അതിന് ശേഷം നമ്മൾ കൊടുക്കുന്നത് എന്താണ്, അതായത് അണ്ടർലൈൻ ആണോ ഓവർലൈൻ ആണോ അതോ ലൈൻ ത്രൂ ആണോ, ആ കാര്യം ആദ്യം കൊടുക്കുക. അതിന് ശേഷം കളർ കൊടുക്കുക. ഞാൻ ജസ്റ്റ് റെഡ് കളറാണ് കൊടുക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ഏത് സ്റ്റൈലാണോ കൊടുക്കാൻ പോകുന്നത് ആ സ്റ്റൈലാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഞാനിപ്പം വേവി എന്ന് പറഞ്ഞ സ്റ്റൈലാണ് ആൾറെഡി കൊടുത്തിരിക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ അതിൻ്റെ സൈസ് വേണമെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, അതായത് ഈ ലൈൻ ത്രൂ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കിടക്കുന്ന കാര്യങ്ങളെല്ലാം ഓപ്ഷണലായിട്ട്, ഇപ്പോൾ റെഡ് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ലൈൻ ത്രൂ റെഡ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരും. ഇനി വേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് വേവ് ആയിട്ട് വരും. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തൊരു 3 PX എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈസും കൂടെ വരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു ടെക്സ്റ്റ് ഡെക്കറേഷൻ ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതുപോലെ സിംഗിൾ ലൈനിലും നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി, ഞാൻ ജസ്റ്റ് ടെക്സ്റ്റ് ഡെക്കറേഷൻ പ്രോപ്പർട്ടി റിമൂവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ടെക്സ്റ്റ് ഡെക്കറേഷൻ ജസ്റ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി ടെക്സ്റ്റ് ട്രാൻസ്ഫോം പ്രോപ്പർട്ടിയാണ്. ടെക്സ്റ്റ് ട്രാൻസ്ഫോം പ്രോപ്പർട്ടി. ഓക്കെ, ഇവിടെ ടെക്സ്റ്റ് ഞാൻ ഇതിൻ്റെ സൈസ് ഒന്ന് മാറ്റാം. ഫോണ്ട് സൈസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉപയോഗിക്കാം. നേരത്തെ ഫോണ്ട് സൈസ് പ്രോപ്പർട്ടി പോയി, അതുകൊണ്ടാണ് ഇത് ചെറുതായി പോയത്. ഓക്കെ,
സോ ഫോണ്ട് സൈസിൽ നമുക്ക് ഇതുപോലത്തെ ലാർജർ മീഡിയം എക്സ് ലാർജ് എന്ന് പറഞ്ഞത് ഈ എക്സ് ലാർജ് എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം വലുതായിട്ട് വരും. നമുക്ക് ഇങ്ങനെയും കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതൊക്കെ ഡിഫാൾട്ട് ആയിട്ട് എൻ്റെ അടുത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടീസ് ആണ്. ഇതൊക്കെ റെയർലി യൂസ്ഡ് ആണ്. സാധാരണ നമ്മൾ പേഴ്സൻറ്റേജിൽ വേണമെങ്കിൽ കൊടുക്കാം. പേഴ്സൻറ്റേജിന് സാധാരണ ഫോണ്ട് സൈസ് റെക്കമെൻഡഡ് അല്ല. അല്ലെങ്കിൽ EMൽ നിങ്ങൾക്ക് കൊടുക്കാം ഡബിളായിട്ട് വേണമെങ്കിൽ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് PXൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ട്രാൻസ്ഫോം പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, സോ ടെക്സ്റ്റ് ട്രാൻസ്ഫോം പ്രോപ്പർട്ടീസിന് 3 വാല്യൂസ് ആണുള്ളത്: അപ്പർ കേസ്, ലോവർ കേസ്, ക്യാപിറ്റലൈസ്. ഓക്കെ, അപ്പർ കേസും ലോവർ കേസും നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്ന കാര്യമാണ്. ക്യാപിറ്റലൈസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലെറ്റർ മാത്രം ക്യാപിറ്റലാക്കി മാറ്റും. ഓക്കെ, സോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ടെക്സ്റ്റ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ക്യാപിറ്റലൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കാൻ പോവാണ്. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്യുക. ഇതിൻ്റെ അകത്ത് എല്ലാം സ്റ്റാർട്ടിങ്ങിലും സ്മാൾ ലെറ്റർ ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ. ക്യാപിറ്റലൈസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ലെറ്റർ, അതായത് എല്ലാ വാക്കിൻ്റെയും ആദ്യത്തെ ലെറ്റർ മാത്രം ക്യാപിറ്റൽ ലെറ്റർ ആക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി അപ്പർ കേസ് ലോവർ കേസ് നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കുന്നുള്ളൂ. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം അപ്പർ കേസിലാവും. നമ്മളിവിടെ ഏത് ലെറ്ററിലാണ് കൊടുത്തത് അതൊന്നും മാറ്റർ ആയിരിക്കില്ല. അതുപോലെ തന്നെ ലോവർ കേസിൽ കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ലോവർ കേസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ലോവർ കേസ് ആയിരിക്കും. നമ്മൾ നേരത്തെ ഈ L ക്യാപിറ്റലായിരുന്നു ഉണ്ടായിരുന്നത്, അത് സ്മാൾ ലെറ്ററിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ടെക്സ്റ്റ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ക്യാപിറ്റലൈസ് പ്രോപ്പർട്ടി, ടെക്സ്റ്റ് ട്രാൻസ്ഫോം ക്യാപിറ്റലൈസ് പ്രോപ്പർട്ടി നമ്മൾ ചില സാഹചര്യങ്ങളിൽ യൂസ് ചെയ്യുന്നതാണ്. ചില കാര്യങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ക്യാപിറ്റലൈസ് പ്രോപ്പർട്ടി ഇതുപോലെ എഴുതി വയ്ക്കും. ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് ആളുകൾ നോട്ട് ചെയ്യും. ഓക്കെ, അതാണ് ഈ ഒരു പ്രോപ്പർട്ടി. കംപ്ലീറ്റ് ആയിട്ട് അപ്പർ കേസിൽ എഴുതി കഴിഞ്ഞാലും നമുക്കിവിടെ ആണെങ്കിലും അപ്പർ കേസിൽ എഴുതാൻ സാധിക്കും. പക്ഷേ ഇങ്ങനെ എഴുതണമെങ്കിൽ അത്ര എളുപ്പമായിരിക്കില്ല. ഓക്കെ, സോ അത്തരം സാഹചര്യങ്ങളിലാണ് ക്യാപിറ്റലൈസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉപയോഗിക്കുക. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒരു പ്രോപ്പർട്ടീസാണ്. ഓക്കെ, സോ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പേസിങ് എങ്ങനെ കൺട്രോൾ ചെയ്യാം. അതായത് നമുക്കിതിൻ്റെ അകത്ത് ഓരോ വേർഡിൻ്റെയും, അതായത് ഓരോ ലെറ്ററിൻ്റെയും ഇൻ ബിറ്റ്വീൻ സ്പേസ് കൺട്രോൾ ചെയ്യാം, ഓരോ വേർഡിൻ്റെയും ഇൻ ബിറ്റ്വീനുള്ള സ്പേസ് കൺട്രോൾ ചെയ്യാം, ഓരോ ലൈൻ്റെയും ഇടയിലുള്ള സ്പേസ് കൺട്രോൾ ചെയ്യാം. ഓക്കെ, ആ കാര്യങ്ങളാണ് നമുക്ക് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ സ്റ്റാർട്ടിംഗ് ലൈന് കുറച്ചിങ്ങോട്ട് നീക്കി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ചില പാരഗ്രാഫൊക്കെ എഴുതുമ്പോൾ നമ്മൾ പാരഗ്രാഫായിട്ടൊക്കെ എഴുതുന്ന എന്തെങ്കിലും നോവലോ കാര്യങ്ങളൊക്കെ എടുത്ത് വായിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു പാരഗ്രാഫ് ഇവിടെ എൻഡ് ചെയ്യും. ഇനി അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നായിരിക്കും. അതായത് ആദ്യം കുറച്ച് സ്പേസ് വിട്ടിട്ട് അതിൻ്റെ താഴോട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് CSS വെച്ചത് പോസിബിൾ ആക്കുക. ഓക്കെ, സോ അത്തരം അതിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന പേരാണ് ടെക്സ്റ്റ് ഇൻഡൻറ്റേഷൻ. ഓക്കെ, ടെക്സ്റ്റ് ഇൻഡൻറ്റേഷൻ. ഇപ്പോൾ നമ്മൾ പൈത്തണൊക്കെ എഴുതുവാണെങ്കിൽ, പൈത്തണിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ HTML കോഡാണ് ഉപയോഗിക്കുന്നത്. പൈത്തണിൽ ഞാനിവിടെ ആവശ്യമില്ലാതെ കുറച്ച് സ്പേസ്, ഇപ്പോൾ പൈത്തണാണ് ഞാൻ എഴുതുന്നതെങ്കിൽ ആവശ്യമില്ലാതെ കുറച്ച് സ്പേസ് ഞാനിവിടെ ഇങ്ങനെ എക്സ്ട്രാ ആഡ് ചെയ്ത് വെക്കുകയാണ്. എനിക്കിവിടെ ഒരു എററായിട്ട് വരും. ഓക്കെ, കാരണം ആ എററിൻ്റെ പേരാണ് ഇൻഡൻറ്റേഷൻ എറർ എന്ന് പറയുന്നത്. നമ്മൾ അനാവശ്യമായിട്ട് പൈത്തണിൽ ഒരു സ്ഥലത്തും സ്പേസ് ഇടാൻ പറ്റത്തില്ല. ഇപ്പോൾ HTML ഒന്നും അത് മാറ്റർ അല്ല. കാരണം ഞാനിപ്പോൾ P ടാഗ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ കുറച്ച് സ്പേസ് ഇട്ടിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെ ഇതുണ്ടോ, ഈ ഫയൽ ഇപ്പോൾ സേവ്ഡ് ആണ്. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഒരു ഡിഫറൻസും വന്നിട്ടില്ല. ഓക്കെ, സോ CSSൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. HTMLൻ്റെയും അതുപോലെ തന്നെയാണ്, അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ളതല്ല. ഇപ്പോൾ എനിക്ക് ഈ ഒരു പ്രോപ്പർട്ടി വേണമെങ്കിൽ ഇവിടെ എഴുതിയാലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പക്ഷേ പൈത്തനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനാവശ്യമായിട്ട് ഒരു സ്പേസിങ് എങ്കിലും, ഒരു വൈറ്റ് സ്പേസ്, അതായത് ഇവിടെ തുടങ്ങേണ്ട സാധനം നമ്മൾ ഇവിടെ തുടങ്ങിയെങ്കിൽ അവിടെ അത് എറർ ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ ആ ഒരു എററിൻ്റെ പേരാണ് ഇൻഡൻറ്റേഷൻ എറർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈൻ തുടങ്ങുന്നതിന് മുമ്പ് ഇടുന്ന സ്പേസിങ്ങിനെയാണ് ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻറ്റൻറ്റ്, അപ്പോൾ നമ്മൾ ഇത് ഇവിടെയും കൊടുക്കേണ്ട പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞാണ് കൊടുക്കേണ്ടത്. ടെക്സ്റ്റിന് ഇൻറ്റൻറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, നമ്മൾ CSSൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ടെക്സ്റ്റ് പ്രോപ്പർട്ടി, അതായത് കളർ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ടെക്സ്റ്റ്, ലൈന്, അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കും. ഉദാഹരണത്തിന് ടെക്സ്റ്റ് ട്രാൻസ്ഫോം, ടെക്സ്റ്റ് ഇൻഡൻറ്റ്, എല്ലാ കാര്യത്തിനും. അതുപോലെ തന്നെ സൈസ് മാറ്റുകയാണെങ്കിൽ ഫോണ്ട് സൈസ്, ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് എല്ലാം ഉപയോഗിക്കും. കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ബാക്കി എല്ലാത്തിനും ഫോണ്ട്, ടെക്സ്റ്റ് ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. അത് മസ്റ്റാണ്. ഓക്കെ, സോ അത് മാത്രം ജസ്റ്റ് ഒന്ന് റിമെമ്പർ ചെയ്യാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഇൻഡൻറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ടെക്സ്റ്റ് ഇൻഡൻറ്റ് ഒന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, ഇവിടെ ടെക്സ്റ്റ് ഇൻഡൻറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആക്ച്വലി വാല്യൂസ് കൊടുക്കുന്നത് പിക്സൽസിലാണ്. ഓക്കെ, എത്ര ഇവിടെ എന്തോരം സ്പേസ് വിടണം എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ ഒരു 80 px കൊടുക്കാൻ പോവാണ്. ഓക്കെ, 80 px കൊടുത്തു കഴിഞ്ഞാൽ 80 px വിട്ടിട്ട്
അതിൻ്റെ അപ്പുറത്ത് നിന്നായിരിക്കും ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇത് റെസ്പോൺസീവ് ആണ്, കംപ്ലീറ്റ്ലി റെസ്പോൺസീവ് ആണ്. റെസ്പോൺസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഞാൻ ജസ്റ്റ് ഈ ഒരു പേജിൻ്റെ സൈസ് വലുതാക്കുന്നതിനനുസരിച്ച് വലുതായി വരുന്നുണ്ട്, കൂടെ കാണാൻ സാധിക്കും. ഇത് നമുക്ക് നേരത്തെ ഞാനൊരു പ്രോപ്പർട്ടി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഇതുപോലെ സ്പേസിങ് വരുന്നത് വേറത്തെ ഒരു പ്രോപ്പർട്ടി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് ആ പ്രോപ്പർട്ടി ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, സോ സാധാരണ ഇൻ്റർവ്യൂസിലൊക്കെ ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ഇതുപോലെ ഒരു ലൈൻ ഫില്ല് ചെയ്ത് എഴുതണമെങ്കിൽ എന്ത് പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കും. ഓക്കെ, സോ വേണമെങ്കിൽ ഞാൻ ഒരു ക്ലൂ തരാം. ജസ്റ്റിഫൈ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ അതിൻ്റെ അകത്ത്, അതായത് ജസ്റ്റിഫൈ എന്ന് പറഞ്ഞ വാല്യൂ ആണ് കൊടുക്കേണ്ടത്. ഏത് പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ആദ്യം നമ്മളിവിടെ ടെക്സ്റ്റ് ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞിട്ട് 80 px കൊടുത്തിട്ടുണ്ട്. 80 px എന്ന് കൊടുത്തതുകൊണ്ട് ഇവിടെ ഒരു 80 പിക്സൽസ് സ്ഥലം വിട്ടിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ 80 px മാത്രമല്ല, നിങ്ങൾക്ക് എത്ര px വേണമെങ്കിലും കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 180 px എന്ന് കൊടുക്കുകയാണെങ്കിൽ അത്രയും സ്ഥലം വിട്ടിട്ടായിരിക്കും ആ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ടെക്സ്റ്റ് ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്. സോ ഇൻറ്റൻറ്റേഷൻ എറർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് സ്പേസ് വിടുന്നതിനാണ് ഇൻറ്റൻറ്റേഷൻ എറർ എന്ന് പറയുന്നത്. ഓക്കെ, പൈത്തണിൽ ഇതുപോലത്തെ കുറേ കോൺസെപ്റ്റുകളുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ പതുക്കെ ആ ഒരു കാര്യം കൂടെ ഇടയിൽ കൂടെ ഇഞ്ചെക്ട് ചെയ്യാം. നോട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മളത് ഇത് പിന്നെയും പഠിക്കുന്നതായിരിക്കും. ഓക്കെ, എനിവേ ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലെറ്റർ സ്പേസിംഗ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ലെറ്റർ സ്പേസിംഗ്, അതായത് ഓരോ ലെറ്റർ കഴിയുമ്പോഴും അതിന് എത്ര സ്പേസിംഗ് ഇടണം എന്ന് വേണമെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ CSS വെച്ച് കംപ്ലീറ്റ് കൺട്രോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാ കാര്യത്തിലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ കിട്ടുന്നതായിരിക്കും. സാധാരണ ലെറ്റർ സ്പേസിംഗ് ഒന്നും ഇതുപോലെ പാരഗ്രാഫിന് ഉപയോഗിക്കത്തില്ല. പക്ഷേ ചില വെബ്സൈറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലാൻഡിങ് പേജിൽ ഇതുപോലെ ഹെഡിങ് എഴുതി വെച്ചിട്ട് ഓരോ ലെറ്റർ എഴുതി കഴിഞ്ഞാൽ കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ സാധാരണ UI/UX ഡിസൈനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന, യൂസർ ഇൻ്റർഫേസ് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. കുറച്ചും കൂടി ഇംപ്രസീവ് ആയിട്ടുള്ള ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ലെറ്റർ സ്പേസിംഗ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ലെറ്റർ സ്പേസിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു 30 px എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ലെറ്ററിൻ്റെയും ഇടയിൽ 30 px വന്നിട്ടുള്ളതായിരിക്കും. ഓക്കെ, സോ സാധാരണ ഇതിനൊന്നും ഉപയോഗിക്കാറില്ല. നമ്മൾ ഈ ഹോമിന് വേണമെങ്കിൽ അതുപോലെ ലെറ്റർ സ്പേസിംഗ് ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ വേറൊരു സ്പേസിംഗ് ആണ് വേർഡ് സ്പേസിംഗ്. ഞാൻ ജസ്റ്റ് ലെറ്റർ സ്പേസിംഗ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുകയാണ്, കാരണം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വിയേർഡായിട്ട് ഒരു ലുക്കാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ പ്രോപ്പർട്ടി ഉണ്ടെന്നൊന്ന് അറിഞ്ഞിരിക്കുക, അത് മാത്രമേ ഉള്ളൂ. അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വേർഡ് സ്പേസിംഗ് ആണ്. വേർഡ് സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ ലെറ്റർ സ്പേസിംഗ് പോലെ തന്നെയാണ്, പക്ഷേ ഓരോ വേർഡിനും ഇൻ ബിറ്റ്വീനുള്ള സ്പേസിംഗ് ആയിരിക്കും ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഓരോ വേർഡ് കഴിയുമ്പോഴും 30 px ആയിട്ട് ഇടവിട്ടിട്ടാണ് വേർഡ് സ്പേസിംഗ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഓക്കെ, ഇനി ഓരോ ലൈനും വേണമെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതായത് ഇൻ ബിറ്റ്വീൻ ലൈന്, ഈ ലൈന് ഭയങ്കരമായിട്ട് അടുത്താണ് ഇരിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈൻ സ്പേസ് അല്ലെങ്കിൽ ലൈൻ ഹൈറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് അത് മാറ്റാൻ പറ്റും. ഓക്കെ, ലൈൻ ഹൈറ്റ് 40 px എന്ന് കൊടുക്കുമ്പം ഇവിടെ എക്സ്ട്രാ സ്പേസിംഗ് ആഡ് ചെയ്തിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലൈൻ ഹൈറ്റും നമ്മൾ സാധാരണ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നതാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു 40-30 അങ്ങനെ ഒരു റേഞ്ചിലാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുക. ഇതുപോലത്തെയൊക്കെ ഡിസൈൻ കിട്ടാനായിട്ട് ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ബോറിംഗ് ലുക്കായിരിക്കും. ഓക്കെ, ഇതുപോലെയൊക്കെ വന്നിട്ട് ഭയങ്കര ബോറിംഗ് ലുക്കായിരിക്കും. സാധാരണ ഒരു 40-30 വാല്യൂസാണ് നമ്മൾ കൊടുക്കാറ്. ഓക്കെ, അപ്പം ആളുകൾക്ക് കുറേയും കൂടെ കണ്ടന്റ് ഉള്ളതായിട്ട് തോന്നും. ഓക്കെ, എനിവേ ഇതാണ് ടെക്സ്റ്റ് ഇൻറ്റൻറ്റേഷൻ, അതുപോലെ തന്നെ ലെറ്റർ സ്പേസിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അടുത്ത ലെക്ചറിൽ നമ്മൾ CSS ഫോൺസിനെ കുറിച്ച് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതുവരെ നമ്മൾ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസാണ് പഠിച്ചിട്ടുള്ളത്. ഇനി മുതൽ നമ്മൾ ഫോണ്ട് പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെ എന്തൊക്കെ എഴുതി വെക്കുന്നോ അതെല്ലാം ടെക്സ്റ്റാണ്. ഫോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റൈൽസ് ഉണ്ടായിരിക്കും, പല സ്റ്റൈൽസിലുള്ള ഫോൺസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വേർഡോ മൈക്രോസോഫ്റ്റ് ഓഫീസോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പല ടൈപ്പ് ഓഫ് വേർഡ് ഇല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടെക്സ്റ്റിൻ്റെ സ്റ്റൈലൊക്കെ കാണാൻ സാധിക്കും. ഓക്കെ, സോ അത്തരം സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടീസ് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഫോണ്ട് പ്രോപ്പർട്ടീസ് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഫോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വാട്സാപ്പിൽ അല്ലെങ്കിൽ ഫോണിൽ കാര്യങ്ങൾ നമ്മൾ ഫോണ്ട് ചേഞ്ച് ചെയ്യാറില്ലേ, അതേ രീതി തന്നെയാണ് ഇവിടെ നമുക്ക് കസ്റ്റമായിട്ട് ഫോണ്ട് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഗൂഗിൾ ഫോൺസ് ഉപയോഗിക്കാം. ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. So that's all for this section. See you again in coming lectures and thank you for watching.